തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത്. അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് പലർക്കും വേണ്ടാന്ന്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ ഒരാളെയും എന്തിൻ്റെ പേരിലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. എല്ലാ റവന്യൂ അവകാശങ്ങളുമാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുക. ഒരു പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. 10-35 വർഷങ്ങളോളം എല്ലാ റവന്യൂ അവകാശവും ഉണ്ടായിരുന്നൊരു ഭൂമിയാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുകയാണ്. അതിന് കാരണം വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി ചേർത്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് ഇല്ലാതാക്കുക. അത് ഇല്ലാതാക്കി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും വീണ്ടും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ശാശ്വത ഒരു പരിഹാരം. മാത്രമല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നതെല്ലാം അതിനു വേണ്ടിയാണ്. നമസ്കാരം. ഇന്ന് ക്രിസ്മസ് ആണ്. ഈ ദിനത്തിലും സ്വന്തം ഭൂമിയിലെ റവന്യൂ അവകാശം പൂർണ്ണമായി സ്ഥാപിച്ചു കിട്ടണമെന്നും വർഷങ്ങളായി കഴിയുന്ന സ്ഥലത്ത് നിന്ന് തങ്ങളെ കുടിയൊഴിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഒരു ജനത മുനമ്പത്ത് നിരാഹാര സമരത്തിലാണ്. 74 ദിവസം മുൻപ് തുടങ്ങിയതാണ് ഈ സമരം. വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിലെ അവകാശത്തിനായാണ് ഇവരുടെ പോരാട്ടം. കരം നൽകുന്നതിലുൾപ്പെടെ ഇന്നാട്ടുകാർക്ക് സ്വന്തം ഭൂമിയിൽ ഒരു റവന്യൂ അവകാശവുമില്ല. കരമടയ്ക്കാമെന്ന സർക്കാർ നിലപാട് ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതിയെ അറിയിച്ചാലും അത് ആശ്വാസം പകരുന്നതല്ല തങ്ങൾക്ക് എന്നിവർ പറയുന്നു. വഖഫായി രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ കരമടച്ചാൽ തങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്നാണ് നിലപാട്. മുനമ്പത്ത് ശാശ്വത പരിഹാരം വേണ്ടേ? ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. ഇനിയിപ്പോൾ അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തെ സമരപ്പന്തലിൽ എത്തി. അവർ അവിടെ തുടരുന്നുണ്ട്. ഹൈബി ഈഡൻ MP, ജോസഫ് വാഴക്കൻ, ബെന്നി ബെഹനാൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ മുനമ്പത്ത് എത്തിയിട്ടുണ്ട്. സമരപ്പന്തലിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, 74-ാം ദിനമാണ് ഇവരുടെ നിരാഹാര സമരം തുടങ്ങിയിട്ട്. ഇന്ന് മറ്റാഘോഷങ്ങൾക്കൊന്നും പോകാതെ അവർ ആ സമരപ്പന്തലിൽ തന്നെ തുടരുകയാണ്. അപ്പോഴാണ് അവിടെ പ്രതിപക്ഷ നേതാവ് എത്തുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. നിലവിൽ ഇന്നിപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത് കോടതിയെ അറിയിക്കാൻ പോകുന്നു, കരമടയ്ക്കുന്നത്, അതായത് റവന്യൂ അവകാശം എന്നുള്ളതിലേക്ക്. പക്ഷെ അത് വലിയ പ്രയോജനപ്രദമല്ല എന്നിവർ വ്യക്തമാക്കുകയാണ്. ഇവർ പുതുതായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, സർക്കാർ ഈ കരമടക്കാം എന്നനുമതി സത്യവാങ്മൂലം നൽകും എന്ന തീരുമാനത്തോട് പൂർണ്ണ തൃപ്തി ഈ സമരസമിതിക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇവർ നേരത്തെ കരമടക്കുന്ന ഘട്ടത്തിൽ ഈ വിവാദം 2022 വരെ ഇവർ കരം അടച്ചുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഈ കരമടക്കുന്ന ഈ വഖഫ് വിവാദം വന്നതിന് പിന്നാലെയും ഇവർ കരമടക്കാൻ ചെന്നിരുന്നു. അപ്പോഴും കരം അവിടെ സ്വീകരിച്ചു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം, ഈ കരമടക്കുന്ന റെസിപ്റ്റിൽ ലഭിക്കുന്നത് വഖഫ് ഭൂമിയിൽ താമസിക്കുന്ന ആൾ വഖഫിന് വേണ്ടിയിട്ട് കരമടച്ചു എന്നതായിട്ടാണ് ഈ റെസിപ്റ്റ് ലഭിക്കുന്നത്. അതാണ് ആ ആശങ്ക തന്നെയാണ് ഇവർ ഇപ്പോഴും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഈ റവന്യൂ രേഖകളും അതോടൊപ്പം തന്നെ റവന്യൂ അവകാശവും പൂർണ്ണമായി പുനഃസ്ഥാപിക്കാതെ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഈ കരമടക്കുക എന്നുള്ളത് ഒരു സാങ്കേതിക ആവശ്യമാണ്. അതിൽ അവർ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അവർക്ക് ചില ലോണുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വായ്പകളോ ഒക്കെ ലഭ്യമാകണമെങ്കിൽ കരമടച്ച റെസിപ്റ്റ് ഒക്കെ വേണം. അപ്പോൾ അതിന് ഉതകുന്ന വിധത്തിൽ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ കരമടക്കുക എന്ന കേവലം സത്യവാങ്മൂലം കൊണ്ട് തങ്ങളുടെ ഈ സമരത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല, അതൊരു നടപടിയുമായി കണക്കാക്കാനാകില്ല എന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുകയാണ്. 74-ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ ഇന്ന് നിലവിൽ ഈ ആരും തന്നെ പ്രസംഗിക്കാതെ അവർ പാട്ടുപാടിയും നൃത്തം ചെയ്തുമെല്ലാം അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇന്ന് അദ്ദേഹവും സംസാരിക്കുന്നില്ല. അദ്ദേഹം ഇവരെ സമരക്കാരെ അഡ്രസ് ചെയ്ത് സംസാരിച്ചില്ല. പക്ഷേ മാധ്യമങ്ങളോട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജനുവരി 4-ാം തീയതിയാണ് ഈ മുനമ്പം ഭൂമി സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ നീക്കം നടക്കാൻ പോകുന്നത്. അത് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ഹിയറിംഗ് ആണ്. 4-ാം തീയതി ആരംഭിക്കും. ഇതിനോടകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് കോളേജും സംസ്ഥാന സർക്കാരും എല്ലാം നിലപാടുകൾ ജുഡീഷ്യൽ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സമരസമിതി നേതാക്കൾ കഴിഞ്ഞ ദിവസം നേരിട്ട് തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ കണ്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചു. അവർ പ്രധാനമായും പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാടിൽ തന്നെ ആ നിലപാടാണ് അവർ അറിയിച്ചത്. ഇനി 4-ാം തീയതി കമ്മീഷൻ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടുത്തെ സ്ഥലങ്ങൾ പരിശോധിക്കും. 610 കുടുംബങ്ങളുടെ ഹിയറിംഗ് നിലവിൽ അവിടെ നിരാഹാര സമരം തുടരുന്നു. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ അവർ ആഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ച് അതേ സമരപ്പന്തലിൽ തന്നെ ആ നാട്ടുകാർ വന്ന് ഇരിക്കുകയാണ്. അവർ പാട്ടുപാടിയും ഒക്കെയുള്ള ചെറിയ ആഘോഷ പരിപാടികൾ, അതല്ലാതെയുള്ള ക്രിസ്മസ് ആഘോഷം ഇന്ന് ആ ജനത്തിനില്ല. കാരണം വലിയ ആശങ്കയിൽ, വലിയ ഭീതിയിൽ കഴിയുകയാണ്. തങ്ങൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുമോ തങ്ങളെ എന്നുള്ള ഏറ്റവും വലിയ ആശങ്ക. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ അല്ലെങ്കിൽ വർഷങ്ങൾ
വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ പിതാമഹന്മാരൊക്കെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ താമസിക്കുകയാണ്. അവിടെ നിന്ന് തങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയുമോ എന്നൊരു വലിയ ആശങ്ക. വിഷ്ണു, തുടരൂ. അനുജ, ആശങ്ക ഇപ്പോഴും 24-ാം ദിവസവും തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ പോലും അവർ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാതെ ഈ സമരപ്പന്തലിൽ എത്തി പ്രതിഷേധം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ സ്ഥലം സന്ദർശിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണും. കോൺഗ്രസ് ഈ വിഷയത്തിൽ, UDF ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളും അതോടൊപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ചില ഒളിച്ചുകളികൾ നടത്തുന്നു എന്നൊക്കെ നേരത്തെ UDF ആരോപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. ഏകദേശം 1.5 മണിക്കൂറോളം ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ വി ഡി സതീശൻ ഈ സമരപ്പന്തലിലെത്തി സമരക്കാരുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പ്രസംഗത്തിന് ഇന്നവർക്ക് ആർക്കും അവസരമുണ്ടായില്ല എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഈ വഖഫ് ഭൂമി വിഷയവും മുൻപും തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരണം നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. നേരത്തെ UDF-ലൊക്കെ ഈ കാര്യത്തിൽ വഖഫ് ഭൂമിയാണോ എന്നൊക്കെ ഉള്ളതിലൊരു ഭിന്നതയുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് അസന്നിഗ്ധമായി തുടക്കം മുതൽ തന്നെ പ്രഖ്യാപിക്കുന്ന നമ്മൾ കേൾക്കുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് കേട്ടതൊരു ഭിന്ന സ്വരമാണ്. പിന്നീട് അദ്ദേഹം ആ ഒരു വാദഗതി അത് അത്ര ശക്തമായി ഉയർത്താൻ തയ്യാറായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് എന്നതും നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ മുനമ്പത്ത് സമരം നടത്തുന്നവരെ സന്ദർശിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഒപ്പം MP-മാർ ഉൾപ്പെടെയുള്ള ഒരു സംഘം നേതാക്കളും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. ആ സമരപ്പന്തലിൽ ഇന്നിപ്പോൾ പ്രസംഗങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അവർ പാട്ടുപാടിയൊക്കെയുള്ള ഒരു ചെറിയ ആഘോഷത്തിലാണ് ഇപ്പോൾ. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഒരുങ്ങുന്നു. നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. കരമടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ നിലപാട് കോടതിയെ അറിയിക്കാൻ തീരുമാനമുണ്ടാകുന്നുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ അതിന്റെ റിപ്പോർട്ട് റവന്യൂ സെക്രട്ടറിക്ക് കൈമാറി. അത് നമ്മൾ അന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിസ്മസിന് മുൻപായി ഈ വിഷയം തീർന്നില്ലെങ്കിൽ ക്രിസ്മസിന് നിങ്ങളോടൊപ്പം എത്തും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വന്ന ജനപ്രതിനിധികൾ എല്ലാവരും ഇന്ന് ഈ മുനമ്പം സന്ദർശിച്ചത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, ഇനി ഞാൻ വാർത്തകൾ കണ്ടു, അതായത് ഇവരുടെ റവന്യൂ നികുതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന്. അത് കോടതി കൊടുക്കുമെന്നാണ്. കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്, ഡിവിഷൻ ബെഞ്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും നാളായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് കോടതിയിൽ ഒന്നാമത്തെ കാര്യം. സർക്കാരിൻ്റെ നിലപാട് ഇതുവരെ കോടതിയിൽ ഇവരുടെ നികുതി സ്വീകരിക്കാം എന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. രണ്ടാമത്, അത് ഏത് ഉത്തരവാണ് ചെയ്തത്? ഇത് ഇവരുടെ നികുതി സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിൽ ചില അടിസ്ഥാനപരമായ തെറ്റുകളുണ്ട്. 2 ഉത്തരവുകൾ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. ഈ 2 ഉത്തരവുകളിലും അടിസ്ഥാനപരമായ ചില തെറ്റ് പരിഹരിച്ചിട്ട് വേണം അത് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വഖഫ് ഭൂമി ആണെങ്കിലും ഇത് നികുതി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോടതി പറഞ്ഞത് വഖഫ് ഭൂമി ആണെങ്കിൽ നികുതി സ്വീകരിക്കാൻ പറ്റില്ല. കാര്യം മനസ്സിലായില്ല. അപ്പോൾ ആ തെറ്റ് കൂടി തിരുത്തിയിട്ട് കൊടുത്താൽ മാത്രമാണ് ഇവരുടെ നികുതി സ്വീകരിക്കാൻ പറ്റുന്നത്. ഇത് കാപട്യമാണ്, സർക്കാരിൻ്റെ കാപട്യമാണ്. ഇതുവരെ കൊടുത്തില്ല. ഇത്രയും നാളായിട്ട് ഇവരെ സമരം 74-ാമത്തെ ദിവസം. ഇതുവരെ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. 1. 2, അടിസ്ഥാനപരമായി ആദ്യ സർക്കാർ ഇറക്കിയ 2 ഉത്തരവിലെയും ചില തെറ്റുകളുണ്ട്. ആ തെറ്റ് പരിഹരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ. അഫിഡവിറ്റ് ഒരു തരത്തിലും ഇവർക്ക് ഗുണം ചെയ്യില്ല. ഇപ്പോൾ നൽകാൻ പോകുന്ന അഫിഡവിറ്റ്, ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇവർക്കത് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് അങ്ങനെ വരാൻ കാര്യം. സർക്കാർ ഇറക്കിയ ഉത്തരവിൻ്റെ അപാകതകളാണ് ഡിവിഷൻ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്യാൻ കാര്യം. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു ഫലം ഉണ്ടാകും ഈ വിഷയം. അവർ ആ തെറ്റുകൂടി, ആ 2 ഉത്തരവുകളിലെ തെറ്റുകൂടി പരിഹരിച്ചിട്ട് അഫിഡവിറ്റ് കൊടുത്ത കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുകയും ചെയ്യും. ഇവരുടെ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം. നമ്മൾ ആവശ്യപ്പെടുന്നത് താൽക്കാലികമായി നികുതി സ്വീകരിക്കലല്ല, ഇവർക്ക് പെർമനൻ്റ് ടൈറ്റിലാണ്. അതായത് അവർക്ക് ഇനി യാതൊരു കാലത്തും തലമുറകൾ മാറി വന്നാലും ഒരു തർക്കവും ഉണ്ടാകാത്ത തരത്തിലുള്ള പെർമനൻ്റ് റവന്യൂ ടൈറ്റിലാണ്, അവകാശമാണ്
അവർക്ക് കൊടുക്കേണ്ടത്. ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള സർക്കാരിന് ഒരു മറയാണോ? ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്നത് സർക്കാരിന് ഒരു മറയാണോ? ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വൈകിപ്പിക്കാനുള്ള? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത് മനഃപൂർവ്വമായിട്ട് ഇത് വൈകിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണ്. 10 മിനിറ്റ് അത് ചെയ്യില്ല. അപ്പോഴല്ലേ ഇത് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയതാ. പക്ഷേ ഞങ്ങൾ സമയോചിതമായി ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു മതപരമായ സംഘർഷത്തിലേക്ക് ഇത് പോയില്ല. അത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ആ ക്രൈസ്തവ ബിഷപ്പുമാർക്കും അവരെല്ലാം അവസരത്തിനൊത്ത് ഉയർന്നതുകൊണ്ടാണ് ഇത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഇതൊരു മതപരമായ വിഷയമാക്കി മാറ്റാൻ അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. പക്ഷെ അത് നടന്നില്ല. കേരളത്തിൽ അത് നടത്താൻ ഞങ്ങളൊട്ട് സമ്മതിക്കുകയില്ല. അതാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സർക്കാരിന്റെ തന്ത്രം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതും അത് വൈകിപ്പിക്കാനുള്ള തന്ത്രം. ഒപ്പം തന്നെ കോടതിയിലേക്ക് ഇപ്പോൾ ഇത് കൊടുക്കുന്നു. ഇതുവരെ കൊടുക്കാത്തൊരു കാര്യം വളരെ വൈകി കൊടുക്കുന്നു. മറ്റൊന്ന്, സർക്കാർ നേരത്തെ പുറത്തിറക്കിയ ഉത്തരവിലുള്ള തെറ്റുകൾ, ആ പിഴവുകൾ തിരുത്താതെ കോടതിയിലേക്ക് പോയിട്ട് കാര്യമില്ല തുടങ്ങിയ വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇന്ന് സമരപ്പന്തലിലെത്തി നേരത്തെ കൊടുത്തൊരു വാഗ്ദാനം പാലിക്കുകയാണ് ചെയ്തത്. ഇത് പരിഹാരമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ദിനത്തിൽ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് ഒരു വാഗ്ദാനമായിരുന്നു. അത് പാലിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികളായി മുനമ്പം സമരസമിതി കൺവീനർ ശ്രീ ജോസഫ് ബെന്നി ഉണ്ടാകും. ഒപ്പം തന്നെ ഇടതു നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസും. ആദ്യം റെജി ലൂക്കോസിലേക്കാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കോടതിയിലേക്ക് പോകാനുള്ളൊരു തീരുമാനമുണ്ടാകുന്നു. അത് കരമടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കരമടയ്ക്കാം എന്നുള്ള സർക്കാരിൻ്റെ നിലപാട് അത് കോടതിയെ അറിയിക്കാൻ പോകുന്നു. ഇപ്പോൾ റെജി ലൂക്കോസ് കേട്ടല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതുവരെ കോടതിയിൽ പോയിട്ടില്ല. ഇവർ സമരം ചെയ്യാൻ തുടങ്ങി ഇന്ന് 74-ാം ദിവസമാണ്. ഇതുവരെ കോടതിയിലേക്ക് പോയിട്ടില്ല. മറ്റൊന്ന്, കോടതിയിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നേരത്തെ പുറത്തിറക്കിയ ഉത്തരവുകളിൽ പിഴവുകളുണ്ട്. ആ പിഴവുകൾ തിരുത്താതെ കോടതിയിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അത് അതേപടി നിലനിൽക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ എന്തുകൊണ്ട് ആ തരത്തിലേക്ക് സർക്കാർ പോകുന്നില്ല എന്ന ചോദ്യം ഉയരുകയാണ്. പ്രിജി. അനുജ, ഞാൻ ആദ്യം തന്നെ എന്റെ പല ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആവർത്തിക്കുകയാണ്. മുനമ്പത്തെ 610 കുടുംബങ്ങളോടൊപ്പമാണ് എല്ലാ അർത്ഥത്തിലും. ഞാൻ സ്വന്തം വീട്ടിൽ എല്ലാ ഡോക്യുമെന്റേഷനോടും കൂടി ജീവിക്കുകയും അതിന് അങ്ങനെ ജനങ്ങളെ 10,500 വരുന്ന ജനങ്ങള് ഒരു സുപ്രഭാതത്തിൽ ആ സ്വന്തം വീട്ടിൽ, സ്വന്തം നിയമപരമായ എല്ലാ പേപ്പേഴ്സുള്ള സ്വന്തം വീട്ടിൽ അന്യരായി തീരുക, അല്ലെ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഏത് നിയമമാണെങ്കിലും ആ നിയമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ട് പറയട്ടെ, ഇപ്പൊ അനുജ കേട്ടു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. എനിക്ക് അത്ഭുതപ്പെട്ടു. ഉത്തരവാദിത്വബോധമുള്ള കേരളത്തിലെ പ്രതിപക്ഷം അത് കൃത്യം 1 മാസം മുമ്പ് പറഞ്ഞെന്താ അറിയുമോ? അവിടെ സന്ദർശിച്ചിട്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അത് അദ്ദേഹം 2 തവണ ആവർത്തിച്ചു. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി സഹിതമുള്ള ഡെലിഗേറ്റ്സ് ബഹുമാനപ്പെട്ട 17 പിതാക്കന്മാരെ കണ്ട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇത് വഖഫ് ഭൂമി അല്ല, ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് അവർ ആശ്വസിച്ച് പോയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ KM ഷാജി ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അതൊക്കെ നമുക്കറിയാം. അത് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ലല്ലോ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഇത് പറയണം. ഈ പ്രതിപക്ഷ നേതാവിന്റെ കപട മുഖം എന്താണെന്നുള്ളത് ഇപ്പൊ തിരിച്ചറിഞ്ഞതിന് വേണ്ടിയാണ് ഞാൻ വസ്തുത പറയുന്നത്. പ്രേക്ഷകയാകട്ടെ, അദ്ദേഹത്തിനെ വരട്ടി PT മുഹമ്മദ് വരട്ടിയപ്പോൾ അദ്ദേഹം വക്കപ്പോട് അല്ല എന്നുള്ളതിൽ നിന്നും അദ്ദേഹം വഴുതു മാറി. അപ്പൊ എവിടെ നിൽക്കുന്നു ഈ പ്രതിപക്ഷ നേതാവ്? ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാൻഡ് എന്താണ്? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് തൊട്ടടുത്ത അയൽ മണ്ഡലമായ ഈ പറയുന്ന മുനമ്പത്ത് നടക്കുന്ന ഈ നിരപരാധികളെ, ഇന്ന് ഭക്ഷണം പോലും കഴിക്കേണ്ട പാവപ്പെട്ട ജനങ്ങൾ ഈ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ശരിക്കും പറയാൻ അദ്ദേഹം കബളിപ്പിക്കുകയല്ലേ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും? വഖഫ് ഭൂമി അല്ല എങ്കിൽ അഫിഡവിറ്റ് കൊടുക്കണമെന്നാ പറഞ്ഞത്. ഇനി സർക്കാരിനെ കുറിച്ച് പറയാം. ഇവര് പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഈ നിയമം മാറ്റാനുള്ള അധികാരമുണ്ടോ? അതിന് തീരുമാനിക്കൂ. 95-ൽ 2013-ൽ പുതുക്കിയ വഖഫ് നിയമപ്രകാരം ഒരു കാരണവശാലും നടക്കത്തില്ല. 2 തവണയും ഭരിച്ചിരുന്ന കേന്ദ്രം കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. അവർ കൊണ്ടുവന്നൊരു നിയമമാണത്. സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന എന്താ? സംസ്ഥാന സർക്കാരിന്റെ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ പറയുന്ന അവരുടെ ഡോക്യുമെന്റേഷൻ, അതായത് കരം അസ്വീകാര്യമാണെന്ന് പറഞ്ഞ് അവിടുത്തെ തഹസിൽദാറും വില്ലേജ് ഓഫീസറൊക്കെ തള്ളിക്കളയുന്നു.
വീണ്ടും അവിടുത്തെ സ്ഥല MLA ബഹുമാനോട് ഉണ്ണികൃഷ്ണൻ MLA കഠിനമായ ശ്രമഫലമായിട്ട് വീണ്ടും അവർ കരയടയ്ക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തു. പക്ഷേ അത് കോടതിയിൽ ചോദ്യം ചെയ്തു. ആരെ ചോദ്യം ചെയ്ത്? വഖഫ് സംരക്ഷണ വഖഫ് ബോർഡല്ല സംരക്ഷണ ചോദ്യം ചെയ്തപ്പോൾ അത് സ്റ്റേ ചെയ്തു. ഇതിന് ഒരു സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടും ഈ ഗവൺമെന്റ് തുറന്നു പറഞ്ഞു, ഒരൊറ്റയാളെ അവിടുത്തെ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. സർക്കാർ മാത്രമല്ല, കേരളത്തിലെ പൊതുബോധമുള്ള ഒരു മനുഷ്യനും സമ്മതിക്കത്തില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ അവർ ഇറക്കി വിട്ടാൽ പോരല്ലോ. അവർക്ക് ഭീഷണിയായിരിക്കുന്ന എന്താ? എനി ടൈം വഖഫ് ക്ലെയിം ചെയ്യാം. ഇവർക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു അടുപ്പുകല് പോലും പണിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ജനം ഈ ജനാധിപത്യ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റും? അപ്പൊ ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നു, നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയെ. അദ്ദേഹം 3 മാസത്തിന്റെ റിപ്പോർട്ട് കൊടുക്കണം. അവിടെ വെച്ച് കൊടുക്കുന്നതിനകത്ത് എവിടെ താമസിച്ചെന്നാണ് ഈ VD സതീശൻ പറയുന്നത്? സത്യസന്ധമായിട്ട് പറയട്ടെ, മുക്കത്തെ ആ സമരപന്തലിൽ ഇരിക്കുന്നു അല്ലാത്തവരായ, ക്ഷമിക്കണം, മുനമ്പത്തെ ആ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത പുലർത്തിയത് ഒരു അവിടുത്തെ MLA ആണ്. മനസ്സിലാക്കണം, അദ്ദേഹത്തിനൊന്നും ഇതിനെ ആക്ഷേപിക്കരുത്. അവര് തന്നെ പറയുന്നുണ്ട്, എത്രയോ ചർച്ചകളിൽ ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, അവിടെ വന്ന് കബളിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്നത് എറണാകുളം MP ബഹുമാനപ്പെട്ട ഹൈബീഡെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ ചോട്ടിലെ മണ്ണ് ഒഴുകി പോകുന്ന കണ്ടപ്പോഴാണ് അവർ ഈ നാടകമായിട്ട് വന്നിരിക്കുന്നത്. എന്ത്? മുനമ്പത്തേര് മര്യാദക്കാരും അന്തസ്സുള്ളവരും സംസ്കാര സമ്പന്നരുമായിട്ട് അവിടെ വരുന്ന ആരെയും അവർ ഓടിച്ചൊന്നും വിടത്തില്ല. അത് അവരുടെ ബലഹീനതയല്ല, അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് കോൺഗ്രസ് കൊണ്ടുവന്ന ഈ കാടൻ നിയമത്തിനെ അവര് തന്നെ ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പറയും. ഇനി ഒരു പേരോടെ ഞാൻ ആഡ് ചെയ്യാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിയമപരമായിട്ട് ഒരു തടസ്സം ഇവിടെ ഇല്ല. കോടതിയുടെ വിലക്കും ഈ നിയമം പാർലമെന്റ് തടസ്സപ്പെട്ടതേ ഉള്ളൂ, അത് കൊണ്ടുവന്നുള്ളൂ. ഞാൻ നിയമപരമായിട്ട് തടസ്സമില്ലെന്ന് പറയാൻ കാരണം അറിയോ? ഇവർ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് ഫറൂഖ് കോളേജിന് ചെയ്ത തെറ്റാത്തതാണ്. ഫറൂഖ് കോളേജ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടദാനം തന്നാണ്, ഗിഫ്റ്റ് ചെയ്താണ്, ഞങ്ങൾക്ക് അത് വിൽക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഡോക്യുമെന്റ്സ് ഉണ്ട്, ഞങ്ങൾ പൈസ മേടിച്ച് വിറ്റ് സർക്കാരിന് ഈ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് വിറ്റു, അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന ഫറൂഖ് കോളേജ് നിലപാടെടുത്തിട്ട് പോലും അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഈ ക്രൂര നിയമം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംസ്ഥാന സർക്കാരിനെ പഴിചാരി VD സതീശൻ പ്രതിപക്ഷ അല്ല, ഇതിലിപ്പോൾ എന്റെ സംശയം ശ്രീ റെജി ലോക്കോസ്, ഇത് നേരത്തെ തന്നെ ഇപ്പോൾ MP ഗോവിന്ദനൊക്കെ ഇന്ന് പറയുന്നത് കേട്ട് നേരത്തെ മുതൽ തന്നെ സർക്കാരിന്റെ നിലപാട് ഇങ്ങനെയാണ്. അതായത് കരം അടയ്ക്കണം എന്നുള്ളതാണ് നിലപാട്. പക്ഷെ അത് കോടതി സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. വീണ്ടും ആ നിലപാട് ഇങ്ങനെ കോടതിയെ ആവർത്തിച്ച് അറിയിക്കാൻ ഇപ്പോൾ ഇത്രയും ദിവസം, ഇനിയിപ്പോൾ ക്രിസ്മസ് അവധിക്ക് ശേഷം വീണ്ടും ആ നിലപാട് അറിയിക്കുന്നു. അതിലൂടെ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ചോദ്യം വളരെ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതൊരു വലിയ കൺഫ്യൂഷൻ ആയിട്ടുള്ള ചോദ്യം. അതിന് മറുപടി ഇത്രയേ ഉള്ളൂ. അതായത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി കോടതി തടഞ്ഞതിന് ഫലമായിട്ട് വീണ്ടും അവിടുത്തെ ബഹുമാനപ്പെട്ട MLA റവന്യൂ വകുപ്പിൽ പോയി കാര്യങ്ങൾ ധരിപ്പിച്ചു. അത് വീണ്ടും അടയ്ക്കാനുള്ള അനുമതി കൊടുത്ത് അവർ കരയടച്ചു. അങ്ങനെയാണ് 2002 വീണ്ടും ഈ സംരക്ഷണ സമിതി പോയി സ്റ്റേ കൊടുത്തു. അതില് ആ ഹൈക്കോടതി സ്റ്റേ കൊടുത്ത ഒരു നിയമത്തെ ഓവർകം ചെയ്യാനായിട്ട് ഈ സംസ്ഥാന സർക്കാർ ഒന്ന് ഹെൽപ്ലെസ് ആണ്. കാരണം ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ ഏതെങ്കിലും രീതിയിൽ അതിന്റെ നിയമവ്യവസ്ഥകളിൽ റിലാക്സ് ചെയ്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് അവിടെ വെച്ച് കോടതി കൊടുക്കാൻ മതി. അവിടെ വെച്ച് പറയാൻ പിറ്റോസ് കൊടുക്കേണ്ടതല്ല, അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം പഠിച്ച് എത്രയോ ദിവസങ്ങളെടുക്കും. ഇത് അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ചെയ്യേണ്ട എന്താണ്? കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്റെ പ്രതിപക്ഷ നേതാവ് ആ പാർട്ടി എടുക്കേണ്ടത് ഒരു സ്റ്റാൻഡ് എന്താ? അതാണ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഈ VD സതീശന് ഒരു ദിവസം വന്ന് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു, 10 മിനിറ്റ് മാത്രം 10 മിനിറ്റോടെ എങ്ങനെ പ്രശ്നം പരിഹരിക്കും? ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ സമരസമിതി കൺവീനർ ശ്രീ ജോസഫ് ബെന്നി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് ബെന്നി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് താങ്കൾ കേട്ട് കാണുമല്ലോ. അദ്ദേഹം സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾ, അതായത് ഉത്തരവിൽ പിഴവുകളുണ്ട്, ആ പിഴവുകൾ തിരുത്താതെ കോടതിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഒന്ന്. മറ്റൊന്ന്, ഈ പറയുന്ന സത്യവാങ്മൂലം കരവുമായി ബന്ധപ്പെട്ട് അത് വളരെ വൈകിയാണ് കോടതിയിലേക്ക് പോകുന്നത്. ഇനി കോടതി പോയി കഴിഞ്ഞാൽ പോലും ആ ഉത്തരവുകൾ തിരുത്താതെ കോടതിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ജുഡീഷ്യൽ കമ്മീഷൻ. ഇതെല്ലാം വൈകിപ്പിക്കുന്നതിനുള്ളൊരു തന്ത്രമാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് എന്നും പറയുന്നു. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരം. അതായത് വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും, വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് കാണിക്കാൻ ഒരു സർവേ നടത്തുകയോ, ഞങ്ങൾക്ക് താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയോ, അനുബന്ധമായിട്ടുള്ള ഒന്നും നോക്കാതെ, ഞങ്ങൾ അറിയിക്കാതെ ഞങ്ങൾ കരമടക്കാൻ ചെന്ന സമയത്താണ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് വഖഫ് രജിസ്റ്ററിൽ നിന്നും മാറ്റുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ഒരു പരിഹാരം.
അതെ, അത് ചെയ്യേണ്ടത് അതല്ലാതെ എവിടെയാണ് എന്നാണ് നിങ്ങൾ നമുക്ക് കരുതുന്നത്? വീണ്ടും സിവിൽ കോടതിയിൽ പോയി ഞങ്ങൾ കേസ് നടത്തുകയാണെങ്കിൽ 2019 വഖഫ് അസറ്റായിട്ട് രജിസ്റ്ററിൽ വഖഫ് അസറ്റായിട്ട് രേഖപ്പെടുത്തുകയും പിന്നീട് 20-30 വർഷം ഞങ്ങൾ സിവിൽ കോടതിയിൽ പോവുകയും ചെയ്താൽ ആ 30 വർഷം കഴിയുമ്പോൾ വീണ്ടും വരാൻ പോകുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് പറയും. അതുകൊണ്ട് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ ഉണ്ട് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത്. അത് എങ്ങനെയാണോ നിസാർ കമ്മീഷൻ കണ്ടെത്തിയത് അതേപോലെ തന്നെ ഇത് വഖഫ് രജിസ്റ്ററിൽ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റിയെടുക്കുകയാണ് ഞങ്ങളുടെ ശാശ്വതമായ പരിഹാരം. അല്ല, അതിൽ മാറ്റിയെടുക്കേണ്ടത് ആരാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്, ശ്രീ ജോസഫ് ബെന്നി? ഇപ്പൊ ഞമ്മൾക്കൊരു സപ്പോർട്ടായിട്ടുള്ളത് ജുഡീഷ്യൽ കമ്മീഷൻ ഒരു സപ്പോർട്ടാണ്. ആ ജുഡീഷ്യൽ കമ്മീഷൻ സപ്പോർട്ടായിട്ട് 140 MLA-മാരും നിയമസഭയിൽ ഐക്യകണ്ഠേന വിചാരിക്കുകയാണെങ്കിൽ ഇത് മാറ്റി കിട്ടാനായിട്ട് സാധിക്കും. നമ്മുടെ കേരള ഗവൺമെന്റിനേക്കാളും വലുതല്ലല്ലോ കേരള വഖഫ് ബോർഡ്. നമ്മൾ എങ്ങനെയൊക്കെ എന്തെല്ലാം പറഞ്ഞാലും, കാരണം 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ വഖഫ് എന്ന ഒരു വാക്ക് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പലരും തെറ്റിദ്ധാരണ പുലർത്തുകയാണ്. 1975 ഹൈക്കോടതി വിധി വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതെല്ലാം ഇല്ലാത്ത വാസ്തവത്തിന് വിരുദ്ധമായിട്ടുള്ള അന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തന്നിട്ട് ഇത് കേസ് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഞങ്ങളെങ്ങനെ പിന്നെ ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയല്ലേ? അതെ, ഇപ്പോ ഈ കരമടയ്ക്കാമെന്നിപ്പോ ഇന്നിപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കരമടയ്ക്കാമെന്നുള്ള തീരുമാനം അത് കോടതിയെ അറിയിക്കാൻ പോകുന്നു. ക്രിസ്മസിന് ശേഷം അത് കോടതിയെ അറിയിക്കും, സത്യവാങ്മൂലം സമർപ്പിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു കാര്യത്തിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് നിങ്ങൾ പറയുന്നത്? പ്രയോജനവുമില്ല. ഞങ്ങൾ ഗവൺമെന്റ് കരമടക്കാൻ അനുവാദം തന്നപ്പോൾ ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു തന്നതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. അത് സ്ഥാപിച്ചു തന്നതിന് ശേഷം എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഖഫ് ബോർഡ് സത്യവാങ്മൂലം കൊടുക്കുകയാണ് ചെയ്തത് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? വഖഫ് സംരക്ഷണ സമിതി അല്ലേ? അല്ലല്ല, വഖഫ് ബോർഡ് കൊടുത്തു അഫിഡാവിറ്റി. അതോടൊപ്പം തന്നെ വഖഫ് ബോർഡ് കൊടുത്തു, അതിന് ഞങ്ങളുടെ അടുത്ത് ഡോക്യുമെന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ വഖഫ് ബോർഡ് അഫിഡാവിറ്റ് കൊടുക്കുകയും പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞത് വഖഫ് പ്രോപ്പർട്ടിക്ക് കരമടക്കാനാണ് ഞങ്ങൾക്ക് അന്ന് അനുവാദം തന്നിരുന്നത്. അതും ഞങ്ങൾക്ക് എന്തായി ഒരു വിനയായി തീരുകയാണ് ചെയ്തത്. അപ്പൊ അത് ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ ആ ഡോക്യുമെന്റ് വെച്ച് എല്ലാം പരിശോധിക്കുമ്പോൾ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. വഖഫ് പ്രോപ്പർട്ടികൾക്ക് കരമടക്കേണ്ട ആവശ്യമില്ല. വഖഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ വഖഫ് ബോർഡ് മ്യൂട്ടേഷൻ നടത്തണം. ഇത് പോക്കുവരവ് നടത്തിയിട്ടില്ല. പോക്കുവരവ് നടത്തിയിരിക്കുന്നത് ഞങ്ങളാണ്. ഇവിടുത്തെ താമസക്കാരായിട്ടുള്ള ആളുകൾ പോക്കുവരവ് ചെയ്ത ഒരു ഭൂമി എങ്ങനെ വഖഫ് ബോർഡിലേക്ക് വരില്ലല്ലോ. അതെ, പോക്കുവരവ് നടത്തണമല്ലോ, മ്യൂട്ടേഷൻ നടത്തണ്ടേ? മ്യൂട്ടേഷൻ നടത്തിയാണ് ഞങ്ങളല്ലേ. പിന്നെ വഖഫ് ബോർഡ് മ്യൂട്ടേഷൻ നടത്താതെ എങ്ങനെ? അപ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന ഇപ്പോഴും ഇതിൽ സർക്കാരിനൊരു റോൾ ഉണ്ട്, ഒരു സേ ഉണ്ട് എന്ന് തന്നെയാണല്ലേ? ശക്തമായ രീതിയിലുള്ള റോളുണ്ട്, ശക്തമായ രീതിയിലുള്ള. ഇപ്പൊ വഖഫ് മന്ത്രി പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്നാണ് പറഞ്ഞത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. എങ്ങനെ? 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആരും ചലഞ്ച് ചെയ്തിട്ടില്ല. അതിൽ വഖഫ് ബോർഡ് ഇവിടെ വേറൊരു കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് ഡോക്ട്രിൻ ഓഫ് മെർജർ എന്ന് പറയുന്ന ഒരു നിയമ തത്വത്തെയും കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ താമസക്കാരുടെ കൈവശമായിരുന്ന ഭൂമി ഫറൂഖ് കോളേജിന് ഒരിക്കലും കൈവശം വന്നിട്ടില്ല, സിദ്ദിഖ് സേട്ടുവിന് കൈവശം വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പറവൂർ സബ് കോടതി ഡോക്യുമെന്റ് പ്രകാരം ഫറൂഖ് കോളേജിന്റെ എന്ന് പറഞ്ഞപ്പോൾ ഇത് വഖഫായി എന്നുള്ള വാക്കുള്ളത് കൊണ്ട് ഇത് വഖഫായി കൊടുത്തതല്ലേ എന്ന് പറവൂർ സബ് കോടതി 1971 വിധിച്ചു. 43-ാമത്തെ ഖണ്ഡികയിൽ അത് പറയുന്നുണ്ട്. പക്ഷെ അതിനും അപ്പീൽ കൊടുത്തപ്പോൾ, അപ്പീൽ സ്യൂട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തപ്പോൾ കൃത്യമായിട്ട് അതിൽ ഒരു വാക്ക് പോലും വഖഫ് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് 6 പ്രാവശ്യം പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വില കൊടുത്ത് പണം കൊടുത്ത് പോക്കുവരവ് നടത്തി ഞങ്ങള് തണ്ടപ്പേര് പിടിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വിദ്യാഭ്യാസ ലോണുകളെല്ലാം എടുത്ത് ഞങ്ങൾ 33 വർഷമായിട്ട് പോകുന്നത്. അത് പിന്നെ എങ്ങനെയാണ് വഖഫ് ബോർഡിലെ ആണെന്നുള്ളത്? അപ്പൊ ഇപ്പൊ ഈ സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് കോടതിയിലേക്ക് പോകുമ്പോൾ അത് ആശ്വാസകരമല്ല അല്ലേ? ഇല്ല, ഒരിക്കലും ആശ്വാസകരമല്ല. ഞങ്ങൾക്കിപ്പോ കമ്മീഷൻ ഉണ്ടല്ലോ, കമ്മീഷന്റെ തീരുമാനം ശരിയായ രീതിയിൽ ഇത് പരിശോധിക്കട്ടെ, കമ്മീഷൻ പരിശോധിക്കട്ടെ. ശരി, കമ്മീഷൻ പരിശോധിച്ചാലും അത് കോടതിയിലേക്ക് പോകും എന്നുള്ള ഒരു സ്ഥിതി ഉള്ളത് കൊണ്ട് അതും
എത്രത്തോളമാണ് അതിലൊക്കെ പ്രതീക്ഷ വെക്കേണ്ടതെന്നൊരു സംശയമില്ല ജോസഫ് ബെന്നി, ചുരുക്കി. അല്ലല്ല, ഞാൻ പറയുന്നത് എങ്ങനെയാണോ ഈ വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തത് എങ്ങനെയാണോ അത് അതേപോലെ തന്നെ തിരിച്ചു തരുന്നതിനുള്ള ഒരു സംവിധാനമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പൊ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. ശരി ശരി ശരി, നന്ദി ശ്രീ ജോസഫ് ബെന്നി പ്രതികരിച്ചത്. തിരികെ ചർച്ചയിലേക്ക്. നമ്മൾ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഈ സമരക്കാർ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അവർക്ക് ജുഡീഷ്യൽ കമ്മീഷനിൽ പ്രതീക്ഷയുണ്ട്, സർക്കാരിനും വലിയൊരു റോൾ ഉണ്ട് എന്ന് പറയുന്നു. ചുരുക്കി മറുപടി. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് ആ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ വഖഫ് ബോർഡിന്റെ കേന്ദ്ര വഖഫ് ബോർഡിന്റെ നിയമം അനുസരിച്ച് പാർലമെന്റ് പാസ്സാക്കിയ അനുസരിച്ച് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്ത് കോടതിക്ക് ബോധ്യമായെങ്കിൽ പോലും അത് നിയമസാധുത ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ ഉള്ളൂ അതിന്റെ അവസാനത്തെ തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നിയമത്തിന്റെ കുറുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനോട് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതായത് കേന്ദ്ര വഖഫ് ബോർഡിന്റെ സെൻട്രൽ വഖഫ് ബോർഡിന്റെ ഏറ്റവും വെബ്സൈറ്റിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഭയാനകമാണ്. ഏറ്റവും പുതിയതായിട്ടുള്ള അപ്ഡേഷൻ എന്താ അറിയോ? കേരളത്തിൽ 53,000 ഏക്കറിൽ 53,000 സ്ഥലം അവരുടേതാണെന്നുള്ള ഒരു ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾ വഖഫ് ബോർഡ് സെൻട്രൽ വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് കേരള ജില്ല, താലൂക്ക്, വില്ലേജ് നോക്കി അറിയാം. ആർക്കെങ്കിലും ക്ലെയിം, ആർക്കെങ്കിലും നോട്ടീസ് കിട്ടില്ല ഉടനെ കൊടുക്കാൻ പോകാന്ന് പറഞ്ഞത്. ഇനി തളിപ്പറമ്പ് ടൗൺ ഉൾപ്പെടെയുള്ള 600 ഏക്കർ സ്ഥലം അവർ ക്ലെയിം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ആ പാവങ്ങൾ, അതിൽ 99% മുസ്ലിം സഹോദരങ്ങളുടെയാ. അവരിപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ കയറിക്കൊണ്ടിരിക്കുക. എന്താ അവരുടെ സ്വന്തം ഭൂമി അവരുടേതാണെന്ന് തെളിയിക്കാൻ വഖഫ് ബോർഡ് തള്ളി കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇറങ്ങിപ്പോണം. അടിസ്ഥാനപരമായിട്ട് നിയമത്തിലാണ് മാറ്റം വരേണ്ടത്. വഖഫ് ബോർഡിന്റെ യഥാർത്ഥ ഭൂമി, വസ്തു മറ്റാരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടോ തിരിച്ചു പിടിക്കേണ്ടതിന് അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ആ വഖഫ് ബോർഡിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ആ നിയമം കൊണ്ടത്. പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്ന നിയമങ്ങൾ ആഡ് ചെയ്തത് ഈ കോൺഗ്രസ് സർക്കാരാണ് 95-ലും 93-ലും. അതാണ് ഇതിന്റെ പ്രശ്നം. സംസ്ഥാന സർക്കാർ ചെയ്യാവുന്നത് അവര് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞു. 2022-ലാണ് വീണ്ടും സ്റ്റേ വന്നത്. അതിന് മുമ്പ് എന്തായിരുന്നു? ഈ അവിടുത്തെ MLA സമഫലമായിട്ട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുത്തു അവർക്ക് കരം അടയ്ക്കാനായിട്ടും മറ്റുള്ള ഡോക്യുമെന്റേഷനും. വീണ്ടും കോടതി അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു ഫാക്ച്വൽ എററുണ്ട്. വഖഫ് ബോർഡല്ല കോടതി പറയുന്നത്, വഖഫ് സംരക്ഷണ സമിതിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അത്, പക്ഷെ അദ്ദേഹം അത് വഖഫ് ബോർഡ് എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് തെറ്റിദ്ധരിക്കും. പക്ഷെ നമുക്ക് തെറ്റിദ്ധാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് കറക്റ്റ്. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ശാശ്വതമായ പരിഹാരമുള്ള ഒരു കാര്യം ഞാൻ പറയാം. അവർക്ക് അവിടെ ജീവിക്കണം. അവരുടെ വസ്തുവിൽ നിന്നുള്ള ഡോക്യുമെന്റേഷൻ പ്രകാരം അവർക്ക് ക്രയവിക്രയത്തിനുള്ള അവകാശം കൊടുത്തേ പറ്റൂ. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് ശ്രീ റെജി ലൂക്കോസ് ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെയാണല്ലോ. 10 മിനിറ്റിനുള്ളിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ സർക്കാരിന്. ഇത് അത്ര ലഘുവല്ലല്ലോ കാര്യങ്ങൾ. പ്രതിപക്ഷം അതാ ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷം അതായത് ഇത്രയ്ക്ക് നിരുത്തരവാദപരമായി താൽക്കാലിക ആശ്വാസം എന്താ പറയാ അവരുടെ വേദികളിൽ ചെല്ലുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ കബളിപ്പിക്കരുത്. അവിടെ ഇരിക്കുന്ന മനുഷ്യന് വിട്ടികളൊന്നുമല്ല. അവർ കഷ്ടപ്പെട്ട് ജീവിച്ച് അധ്വാനിച്ച് മത്സ്യം തൊഴിൽ ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് അവരെ കബളിപ്പിക്കരുത്. ഇന്നിപ്പോ എല്ലാം വിരലത്തുമ്പിലാ. അദ്ദേഹം ഇങ്ങനെ പറയാൻ പാടില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അബ്സല്യൂട്ട്ലി ഒരു ഇൻസൾട്ടിംഗ് ആണ് ജനതയോട്. തീയിൽ എന്താ പറയാ എരിതീയിൽ എണ്ണ ഒഴിക്കുക ചെയ്തത്. എന്തായാലും അവരുടെ ആശങ്കകളൊക്കെ വേഗം തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് ആശിക്കാൻ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുകയുള്ളൂ. 74-ാം ദിനവും അവരുടെ നിരാഹാര സമരം തുടരുകയാണ്. സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയിറങ്ങി പോകേണ്ടി വരുമോ എന്ന ഭീതിയിൽ ഒരു ജനത കഴിയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭീതി മറ്റൊന്നുമില്ല. ന്യൂസ് ഈവനിംഗിൽ പങ്കെടുത്ത 2 പേർക്കും വളരെ നന്ദി.